ഇത്തവണ ക്രിസ്മസിന് ട്രൈ ചെയ്യാനായിട്ട് ഒരു അടിപൊളി ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല സ്പൈസി ആയിട്ടുള്ള ലേശം പുളിയൊക്കെയുള്ള ഈ ഒരു ബീഫ് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം ബീഫിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒരു 80% നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരിക്കലും ഈ ബീഫ് മുഴുവനായിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് 80% വെന്ത ബീഫ് വെന്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ അഥവാ ചൊർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ, അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല പുരട്ടി വെച്ച ബീഫ് നമുക്ക് 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ല വെളിച്ചെണ്ണയിലിട്ട് ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എപ്പോഴും ഈ ബീഫ് വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ബീഫ് ഓൾറെഡി നമ്മൾ 80% വേവിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീഫും വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ 2 സവാള, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തയ്യാറായിട്ടുണ്ട്. നമ്മൾ ബീഫ് വറുത്ത അതേ വെളിച്ചെണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാനൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 വറ്റൽമുളക്, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, ഇത്ര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വറ്റൽമുളക് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര്, ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ബീഫിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് മൂത്ത് കിട്ടും. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് മൂത്ത് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യാട്ടോ. അപാര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടക്കുന്ന വറ്റൽമുളകൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും നിങ്ങൾക്ക് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നലെ ചൂടോടുകൂടി പൊറോട്ട, റൊട്ടി, ചപ്പാത്തി, നാൻ, ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, പ്ലെയിൻ റൈസ്, ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഫുഡ് ഹണ്ടർ സാബുവിൽ നിന്ന് ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ എല്ലാവരും ക്രിസ്മസിന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.